ജനകീയ വികസന സമിതിയുടെ പ്രസിഡന്റ് ഷാറിന് ദേവസ്വം മന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ എന്താണ് ഏഴരപ്പൊന്നാന സംബന്ധിച്ചുള്ള എന്ത് നിവേദനമാണ്? ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഏഴര പൊന്നാനയുടെ മാറ്റ് പരിശോധിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരനോട് ഒരു നിവേദനത്തിൽ കൂടി ഞാൻ ആവശ്യപ്പെട്ടത്. ശബരിമല ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ കവർച്ച നടത്തിയ അതേ പ്രതികളാണ് ഏറ്റുമാനൂർ അമ്പലത്തിലും ദേവസ്വം ഭരണം കൈയാളിയിരുന്നത്. കേരള ഹൈക്കോടതിയിൽ DBP 42/2026 നമ്പർ MG പ്രസാദ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറോട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ഭരണകാലത്ത് റിപ്പോർട്ട് കൊടുക്കുകയോ അതിനെപ്പറ്റി എന്തെങ്കിലും നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. ഈ അവസരത്തിലാണ് ഈ ഭക്തജനങ്ങളുടെ സംശയം പല പ്രാവശ്യം ഈ ഏഴര പൊന്നാന അനധികൃതമായി എടുത്തിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതിലെന്തെങ്കിലും കള്ളക്കളി നടന്നിട്ടുണ്ടോ, സ്വർണ്ണക്കവർച്ച നടന്നിട്ടുണ്ടോ എന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം ഭക്തജനങ്ങൾക്കുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തി കൊണ്ടുവന്ന് വേണ്ടപ്പെട്ടവരെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതാണ് ഞാൻ കൊടുത്ത നിവേദനത്തിലെ ഒന്നാമത്തെ ഐറ്റം. രണ്ടാമത്തെ ഐറ്റം പിൽഗ്രിം ഷെൽട്ടറിനെ പറ്റിയാണ്. ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായി, അതായത് നമ്മുടെ ഗോപുരത്തിന് നടയിൽ തന്നെ ഒരു പിൽഗ്രിം ഷെൽട്ടർ പണിയുന്നു. അതാണ് ഭക്തജനങ്ങൾ ഇടപെട്ട് തടയുകയും പിന്നീട് പണിയാമെന്ന രീതിയിൽ മാറ്റിവെക്കുകയും ചെയ്യും. എന്നാൽ ഇത് സംബന്ധിച്ച് ആനകളെ എഴുന്നള്ളിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഷെൽട്ടർ പണിത് കഴിഞ്ഞാൽ അവിടെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഈ നടപടി മാറ്റിവെച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പിൽഗ്രിം ഷെൽട്ടർ പണിയണം എന്നാണ് ജനകീയ വികസന സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. മറ്റൊരു കാര്യം വളരെ ലഘുവാണ്. ദീർഘകാലമായി ദേവസ്വം ബോർഡിന്റെ വസ്തു കയ്യേറി അല്ലെങ്കിൽ കയ്യിൽ വെച്ചുകൊണ്ട് വാടക പോലും തരാതെ ഇലക്ഷൻ കമ്മീഷൻ തങ്ങളുടെ ആവശ്യത്തിനകത്ത് നഗരത്തിന്റെ അല്ല ദേവസ്വം ബോർഡിന്റെ ഹൃദയ ഭാഗത്തുള്ള ആ സ്ഥലം കയ്യേറിയിരിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കണം. അതാണ് മൂന്നാമത്തെ ആവശ്യം. അവസാനത്തെ ആവശ്യം ഇതാണ്: കോവിൽപ്പാടത്തു നിന്ന് ബൈപ്പാസ് റോഡിലേക്ക് ഒരു റിംഗ് റോഡ് സ്ഥാപിക്കണം. അതായത് മഹാദേവ ക്ഷേത്രത്തിന്റെ മൈതാനത്തിന് സമീപം കോവിൽപ്പാടത്തു നിന്ന് ആരംഭിച്ച് ബൈപ്പാസിൽ ചെന്നെത്തുന്ന ഏകദേശം 60 അടി നീളമുള്ള ഒരു റോഡാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ തന്നെ 10 അടി വീതിയുണ്ട് അതിന്. ആ റോഡ് ഏതാനും വ്യക്തികളുടെ സ്ഥലം എടുക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ വികസിപ്പിച്ചാൽ എല്ലാ ഭക്തജനങ്ങൾക്ക്, മണ്ഡലകാലത്ത് വരുന്നവർക്ക്, ഉത്സവ സീസണിൽ വരുന്നവർക്ക്, ഇവർക്കെല്ലാം പാലാ റോഡിലും MC റോഡിലും എത്താതെ ബൈപ്പാസിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇതെല്ലാം പരിഗണിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ കൂടി ആവശ്യപ്പെട്ടത്.